ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടാത്തവർക്ക് ഇടണ്ട. അത് ഒരു പേഴ്സണൽ ചോയ്സാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവജനത്തിൽ എവിടെയും ഇട്ടാൽ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. പെന്തിക്കോസ് മലയാളികൾക്ക് പറ്റിയൊരു ഫെയിലർ എന്ന് ചോദിച്ചാൽ ഇതൊരു ഡോക്ടറിനാക്കി മാറ്റി. ഇത് ഡോക്ടറിനല്ല. ഞാൻ ഇറങ്ങിയ കാലം മുതലേ ഞാൻ ആഭരണം ഇട്ടവർക്ക് തന്നെ കത്തുവശ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴല്ല, കാരണം ഇത് ഡോക്ടറിനല്ല. വ്യക്തികളുടെ ഉള്ളിലുള്ള സ്വഭാവവും പുറമെ പ്രകടിപ്പിക്കുന്ന സ്വഭാവം അനുസരിച്ചാണ് വ്യക്തിയെ നമ്മൾ കണക്കാക്കുന്നത്. അത് ദൈവികത്വം എത്രയുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ മാത്രമാണ്. ആഭരണം ഇടുന്നതും ഇടാത്തതുമായിട്ട് അതിനെ യാതൊരു വിധത്തിലും ഞാൻ കണക്കാക്കുന്നില്ല. ആഭരണം ഇട്ടത് മൂലം തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുകയും ആരാധനയിൽ അവരെ സ്നാനം കൊടുക്കാതെയും ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ദേവദാസന്മാരൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. സത്യത്തിൽ ആഭരണത്തിന് പെന്തിക്കോസ് മലയാള സഭകൾക്ക് പറ്റിയ ഒരു ഫെയിൽ എന്ന് പറയുന്നത്, വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആഭരണം വെടിയണം, അത് സ്ട്രിക്റ്റ് ആക്കി വെച്ചു, അതൊരു ഡോക്ട്രിനാക്കി വെച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരിക്കലും അവൻ ആഭരണം ഇട്ടുകൊടുത്തിട്ടില്ല. നമുക്കറിയാം, അവൻ പാപം ചെയ്ത് വെളിയിൽ വന്നപ്പോഴും അവന് ഒരു വസ്ത്രം കൊടുത്തായിട്ടാണ് പറയുന്നത്, തോലുകൊണ്ട് ഒരു ഉടുപ്പ് കൊടുത്തായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവനൊരു ആഭരണം കൊടുക്കണമായിരുന്നെങ്കിൽ തീർച്ചയായും ദൈവം അത് കൊടുക്കാമായിരുന്നു. അപ്പോൾ പാപം ചെയ്തതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഈ ആഭരണം മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവാത്മാവാണോ സാത്താൻ്റെ ആത്മാവാണോ എന്ന് പല വിധത്തിലുള്ള സംസാരങ്ങളുണ്ട്. ചരിത്രങ്ങൾ പറയുന്നു അത് വീണുപോയ ദൂതന്മാർ മുഖാന്തരമാണ് അത് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു. എനിവേ, എങ്ങനെയാണെങ്കിലും ആഭരണം മനുഷ്യൻ്റെ ദേഹത്ത് ഇടുവാനായിട്ട് അവർ തുടങ്ങി. എന്നാൽ ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത്, ഒരാത്മീക വളർച്ചയിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണം, ക്രിസ്തു എന്ന തലയോളം വളരുകയാണ്. നമ്മുടെ ശരീരത്ത് ഏത് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എൻ്റെ നഗ്നത മറയ്ക്കാനാണ്. ഞാൻ ഷൂ ഇട്ടിരിക്കുന്നത് എൻ്റെ കാലിൽ ഒന്നും കൊള്ളാതിരിക്കാനാണ്. ഞാൻ വാച്ച് കെട്ടിയിരിക്കുന്നത് എനിക്ക് ടൈം അറിയാനാണ്. ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നത് എനിക്ക് കാഴ്ച ലഭിക്കാനാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെല്ലാം ഒരു കാരണമുണ്ട്. പക്ഷേ ഞാൻ ആഭരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥവുമില്ല. കാരണം അത് ഡംഭത്തിനായിട്ടാണ്. കാര്യം ഞാൻ എൻ്റെ സൗന്ദര്യം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ. അല്ല, ആഭരണം ഡംഭത്തിനാണെന്ന് തന്നെ ബൈബിളിൽ പലവിധത്തിൽ പറയുന്നുണ്ട്. അപ്പം ആഭരണം നമ്മുടെ ശരീരത്ത് ആവശ്യമില്ല. ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ആഭരണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, വേദപുസ്തകത്തിനകത്ത് വായിച്ചാൽ നമ്മൾ ആഭരണമാണ് വേണ്ടത് വെച്ചത്. പലരും ചിലർ ചോദിക്കുന്നുണ്ട്, പെന്തിക്കോസ്തുകാർ സ്വർണം വാങ്ങത്തില്ലെന്ന്. ആര് പറഞ്ഞു? സ്വർണത്തിന് എതിരവിടെ പറഞ്ഞിട്ടില്ല, ആഭരണമാണ് വേണ്ടത് വെച്ച്. എന്ന് പറഞ്ഞാൽ മുത്തുകൊണ്ടുള്ള ആഭരണം പറ്റില്ല, അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള ആഭരണം പറ്റില്ല, ഇരുമ്പ് കൊണ്ടുള്ള ആഭരണം പറ്റില്ല. ആഭരണം എന്ന് പറഞ്ഞാൽ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമായതുകൊണ്ടും ക്രിസ്തു അതിൽ വസിക്കുന്നത് കൊണ്ടും ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വില കൊടുത്ത ശരീരമാണ്. ഈ ശരീരം കർത്താവിൻ്റെതായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ മേൽ ആഭരണം വേണ്ട. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആഭരണം മാറുന്നവർ വലിയൊരു വസ്ത്രങ്ങൾ ഇടുന്നല്ലോ. തെറ്റാ, വലിയൊരു വസ്ത്രങ്ങളെന്നല്ല. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആദ്യകാലത്ത് ആഭരണം വേണ്ടെന്ന് വെച്ചവരുടെ സിസ്റ്റം പഠിച്ച് അവരൊന്നുമില്ലായ്മയിൽ നിന്നാണ്. അവരുടെ ഞെരുക്കത്തിൻ്റെ നടുവിൽ സകലതും ത്യജിച്ചത് കൊണ്ടാണ് ആഭരണം പോലും വേണ്ടെന്ന് വെച്ചത്. അന്ന് അവർക്ക് ആഭരണമായിരുന്നു ഏറ്റവും വലിയേറുന്നത്. മറ്റൊന്നും അവരുടെ വീടുകളിൽ ഇല്ലായിരുന്നു. എന്നാൽ ഈ ആഭരണം ത്യജിക്കുക. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ ആ ആഭരണം ത്യജിച്ച പിതാക്കന്മാരുടെ മക്കളൊക്കെ ഇന്ന് വിദേശത്ത് പോയി പണമായപ്പോൾ അവർ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. കുഴപ്പമില്ല, പുറകോട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നു, മുന്നോട്ട് പോകാനാണ്. അപ്പോൾ ആഭരണം ഇട്ടതുകൊണ്ട് പരിശുദ്ധാത്മാവ് ലഭിക്കാതിരിക്കത്തില്ല, ആഭരണം ഇട്ടതുകൊണ്ട് രക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ ഈ ആഭരണം മാത്രമല്ല, ഞാൻ പണത്തെക്കുറിച്ച് പറയും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അംബാനിയോട് ദൈവത്തിന് ഒരു എതിരില്ല. കാര്യം അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ ദൈവം വെച്ചിരിക്കുക. എന്നാൽ സുവിശേഷ വേലയ്ക്ക് സകലതും വിട്ടിറങ്ങിയിട്ട് അംബാനിയെ പോലെ കോടിക്കണക്കിന് അവൻ സമ്പാദിച്ചു വെച്ചാൽ ഒരുപക്ഷെ ദിവസത്തിന് കണക്ക് വരേണ്ടി വരും. അതെന്താ കാരണം? ഞാനൊരു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യൗവനക്കാരോട് ഉദാഹരണം പറഞ്ഞു. ഒരു യൗവനക്കാരൻ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നീ കൽപ്പനയെല്ലാം അനുസരിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞ സകല കൽപ്പനകളും ചെറുപ്പം മുതലേ ആചരിച്ചു പോന്നു. എന്നപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അവൻ
അവൻ ധനവാനാകിയാൽ അവൻ ഭാരത്തോടെ പോയെന്ന്. അതിൻ്റെ അർത്ഥം അവൻ ആകപ്പാടെ അവൻ്റെ ഉള്ളിൽ ഈ ധനമായിരുന്ന ഒരു വിഷയം. അപ്പം അവൻ ഒരുപക്ഷെ അവൻ്റെ പിതാവ് കൊടുത്തതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുത്തതാകാം. അതുപോലും കൊടുത്ത് ദരിദ്രനായി കൊടുക്കാൻ പറയുമ്പോൾ ഇവിടെ ഒന്നുമില്ല, എല്ലാം നിത്യയിലാണെന്നും പറഞ്ഞ് സുവിശേഷന്മാർ ഇറങ്ങിയിട്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് സുവിശേഷത്തിൻ്റെ പേരിൽ കോടികൾ സമ്പാദിച്ചു കൂട്ടിയാൽ ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തിന് കണക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ രസമായിട്ട് പറയും, ആ യൗവനക്കാർ അവിടെ ഉണ്ടെങ്കിൽ അന്ന് കർത്താവിനോട് ചോദിക്കും, എന്നെ ഒരു ധനത്തിൻ്റെ പേരിലല്ലേ എൻ്റെ രക്ഷ എന്നോട് പറഞ്ഞിട്ട് എന്നെ വേദനയോടെ വിട്ടത്. പൈസ ഉണ്ടെന്ന് പറയല്ലേ വേദനയോട് വിട്ടെ. എന്നിട്ട് നിന്റെ പേരിൽ ഇറങ്ങിയ ദേവദാസന്മാർ കോടിക്കണക്കിന് പണം ഉണ്ടാക്കി നിനക്കെതിരെ ഉപയോഗിക്കുമ്പോൾ തെറ്റല്ലേ? തീർച്ചയായും തെറ്റാ. ഞാൻ ഒരു കാര്യം പറയാം, ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിൽ എളുപ്പമാർക്കും പോകാൻ പറ്റത്തില്ല. അതിന് വളരെ സ്ക്രൂട്ടണിങ് ഉണ്ട്. ആ സ്ക്രൂട്ടണിയിലേ പോകത്തുള്ളൂ. മണവാട്ടി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സെലക്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ ചില പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആഭരണമല്ല, വലിയേറെ വസ്ത്രമോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് മാത്രമേ ഇടാൻ പറ്റൂ. അതിൽ ഏറ്റവും പ്രധാനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഊരണമെങ്കിൽ ഊരുക. അതൊരു ഡോക്ടറിൻ അല്ല. ആ ഇതിട്ടുകൊണ്ടും നമുക്ക് പറ്റാം. പക്ഷേ മുമ്പേ പറഞ്ഞതുപോലെ അത് ഡംബത്തിനായാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. മിനിമം ആയിട്ട് ആഭരണം ഞാൻ ഇടാറുണ്ട്. അതിന് ഞങ്ങളുടെ ചേർച്ചിലും വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടവർക്ക് ഇടണ്ട. അത് ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവജനത്തിൽ എവിടെയും ഇട്ടാൽ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനും വേണ്ടെന്ന് വെച്ചേനെ. ബിക്കോസ് ഇറ്റേർണിറ്റി ഈസ് മൈ ഗോൾ. അങ്ങനെ എവിടെയും ഇല്ലാത്ത പക്ഷം ഇടുന്നതിൽ ഒരു വിരോധമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ തോട്ട്. ഇടണ്ടാത്തവർ ഇടണ്ട, ഇടേണ്ടവർ ഇടട്ടെ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എൻ്റെ പേര് ആഗ്നസ് ജോൺ മാമൻ. ആഭരണം ഉപയോഗിക്കുന്നത് വ്യക്തിപരമായ കർത്താവുമായിട്ട് ഒരു ബന്ധത്തിൻ്റെ പേരിൽ മാത്രം ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു ആഭരണം ഇട്ടതോ ഇട്ടാത്തതോ എന്നൊരു അഭിപ്രായമില്ല. വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല അത് ഉപദേശ വിഷയമായിട്ട്. കാരണം വ്യക്തികളെ കാണുന്നത് ആഭരണത്തിൻ്റെ പേരിലല്ല, വ്യക്തികളുടെ ഉള്ളിലുള്ള സ്വഭാവവും പുറമെ പ്രകടിപ്പിക്കുന്ന സ്വഭാവം അനുസരിച്ചാണ് വ്യക്തിയെ നമ്മൾ കണക്കാക്കുന്നത്. ദൈവികത്വം എത്രയുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ മാത്രമാണ്. ആഭരണം ഇടുന്നതും ഇടാത്തതുമായിട്ട് അതിനെ യാതൊരു വിധത്തിലും ഞാൻ കണക്കാക്കുന്നില്ല. പെന്തിക്കോസ് മലയാളികൾക്ക് പറ്റിയൊരു ഫെയിലർ എന്ന് ചോദിച്ചാൽ ഇതൊരു ഡോക്ടറിനാക്കി മാറ്റി. ഇത് ഡോക്ടറിനല്ല. ഞാൻ ഇറങ്ങിയ കാലം മുതലേ ഞാൻ ആഭരണം ഇട്ടവർക്ക് തന്നെ കർത്തവശ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴല്ല. കാരണം അത് ഡോക്ടറിനല്ല, അത് അവർ സ്വയം തീരുമാനിക്കുന്നതാണ്. സ്വയം തീരുമാനം. എന്നാൽ നമ്മുടെ പെന്തിക്കോസുകാർ, IPCക്കാരൊക്കെ അതുണ്ടെങ്കിലേ ഇതിനകത്ത് പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞതാണ് നമ്മുടെ യൗവനക്കാരെ അകറ്റിയതും അനേക തടസ്സമായത്. അതുകൊണ്ട് ഇവിടെ നല്ല നമുക്കറിയാം, TPM-ലെ ഏറ്റവും വലിയ TPM-കാർ സ്ട്രോങ് ആയിട്ടുള്ളവരാ. പക്ഷേ ഇന്ത്യക്ക് വെളിയിലോട്ട് ചെല്ലുമ്പോൾ TPM-കാരെല്ലാം ഓർണമെന്റ്സ് ഇട്ട. ചെന്നൈയിൽ തന്നെ ഞാനായിരിക്കും അറിയാം, ഓർണമെന്റ്സ് ഇട്ട് കർത്തവശ കൊടുക്കും അവർ ഓർണമെന്റ്സ്. അപ്പൊ കേരളത്തിനകത്ത് മാത്രം സംഭവിച്ച ഒരു കാര്യമാണ് അത്. അവന് തീർച്ചയായും മാറ്റപ്പെടാൻ കഴിയും. എന്നാൽ ഒരു കാര്യം, അത് മാറ്റപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് അധികം പോകുക എന്നുള്ളതല്ല. മുമ്പേ പറഞ്ഞതുപോലെ ഇതിന് ദോഷമുണ്ട്, ഗുണമുണ്ട്. വലിച്ചു വാരി നമ്മുടെ ശരീരത്തിൽ ഇത് ഇടണോ വേണ്ടയോ എന്നുള്ളത് ആത്മാവുള്ളൊരു. ഞാൻ വെള്ളവസ്ത്രം ധരിക്കണോ, ചുമന്നത് ധരിക്കണമോ, അല്ലെങ്കിൽ വില കുറഞ്ഞ് ധരിക്കണോ, ഞാനും പരിശുദ്ധാത്മാവുള്ള ബന്ധത്തില്ല, അത് സഭയുടെ ബന്ധത്തിലല്ല. അതുകൊണ്ട് സഭ ഇങ്ങനത്തെ വിഷയങ്ങൾ പലതും നമ്മൾ ഡോക്ടറിനാക്കി. അത് അങ്ങനെ വേദപുസ്തകത്തിൽ ഒത്തിരി തെറ്റുണ്ട്. ചില ഉപദേശങ്ങൾ ഡോക്ടറിനല്ല, പക്ഷെ അത് ഡോക്ടറിനാക്കി മാറ്റി. അതുകൊണ്ട് തീർച്ചയായും ഇനിയുള്ള ജനറേഷനിൽ അത് നടക്കത്തില്ല. മാറ്റങ്ങൾ വരുത്തുക. എന്നാൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ഇത് ഞങ്ങൾക്കൊരു അവസരമെന്ന് പറഞ്ഞ് യൗവനക്കാർ പോകരുത്. വിശുദ്ധാത്മാവാണ് പ്രധാനം. അതിനെ പ്രാപിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ പോകാൻ സാധിക്കുകയില്ല. തലമുറകളായി ഉള്ള ഒരു തർക്ക വിഷയമാണ് ആഭരണം എന്നുള്ളത്. അതുപോലെ തന്നെ ചില വിഷയങ്ങൾക്കും ഇതുവരെയും ഒരു തീരുമാനത്തിലെത്താനായിട്ട് ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ ആഭരണത്തോട് ചില വിരക്തികളൊക്കെ കാണിച്ചിട്ടുണ്ട് ദൈവദാസന്മാർ. അതിനോട് എനിക്കൊട്ടും അനുകൂലമല്ല. ഒരു കാര്യം സത്യമായിട്ടും എനിക്ക് പറയാനുള്ളത്, ആഭരണം ഇട്ടത് മൂലം തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുകയും ആരാധനയിൽ അവരെ സ്നാനം കൊടുക്കാതെയും ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവദാസന്മാരൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും എന്നാണ് എൻ്റെ അഭിപ്രായം. ആഭരണത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യയും എൻ്റെ മോളും ആഭരണം ഉപയോഗിക്കുന്നവരാണ്.
ആഭരണം ഒരു വിരോധിയല്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. KC ജോൺ പാസ്റ്ററുടെ പ്രസംഗം കേട്ടു ആഭരണത്തെക്കുറിച്ചുള്ളത്. ഞാൻ KC ജോൺ പാസ്റ്ററുടെ ആ മെസ്സേജിനോട് പൂർണ്ണമായിട്ട് യോജിക്കുക. കാരണം പാരമ്പര്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു വന്നെങ്കിൽ പോലും ബൈബിളിന് അതിന് ആധികാരികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അടിസ്ഥാനങ്ങളില്ല. കാരണം ആഭരണം നമ്മൾ ഉപയോഗിക്കുന്നതല്ല എന്ന് പെന്തക്കോസ്തുകാർ പറയുമ്പോഴും നമുക്ക് ആഡംബരമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റും നമ്മൾ കാണുന്നില്ല. വിലയേറിയ കാറുകൾ, വിലയേറിയ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ വെളിപ്പെടുപ്പുള്ള മറ്റു പല കാര്യങ്ങളും നമ്മൾക്ക് ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. ആഭരണം എന്നുള്ളത് നമ്മളൊരു അലങ്കാരമായിട്ട് പറയപ്പെടുമ്പോഴും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇത് വർജിക്കാനായിട്ട് കഴിയുന്നില്ല. ആഭരണം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ലളിത ജീവിതം, കർത്താവിന് പറ്റുന്ന ജീവിതം, കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, അത് നമുക്ക് ലളിതമായിട്ട് ശരിയായ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ വ്യത്യാസമുണ്ട്. മറ്റുള്ളവർക്ക് അനുകാരികളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? ആത്മാവിൽ നമുക്ക് നടക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു പേൾ മാല അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു മാല ഉപയോഗിച്ചാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാലും അതിനും എതിരെ നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഉള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിലാണ് കാണേണ്ടത്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമുക്ക് കാണാൻ കഴിയുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവമക്കളുടെ ഇടയിൽ പൊതുവെ ഒരു സംസാരമുണ്ട്, ആഭരണം ഉപയോഗിക്കത്തില്ല, ആഭരണം ഉപയോഗിക്കാം. എനിക്ക് ആഭരണം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു വിരോധവുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഭരണത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആഭരണത്തിനല്ല, നമ്മുടെ ജീവിതത്തിലെ യേശു ക്രിസ്തുവിനെ മുൻനിർത്തി യേശു ക്രിസ്തുവിൻ്റെ മാതൃകയാക്കി ജീവിക്കണം. നമ്മളെല്ലാവരും നിത്യതയെ ആഗ്രഹിച്ച് ജീവിതം ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വിശുദ്ധിയോടെയുള്ള ജീവിതം. ആഭരണത്തിനൊന്നും നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. പിന്നെ ഇടുന്നവരോട് എനിക്ക് യാതൊരു വിരോധമില്ല. അപ്പം ചോദിക്കുമായിരിക്കും എന്തുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല എന്ന്. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അന്നാളെ മുതൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് അത് ഉപേക്ഷിച്ച സാധനമാണ്. കാരണം ഞാൻ ചിന്തിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്കൊരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നവരോട് എനിക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കാത്ത എന്നാന്ന് വെച്ചാൽ മറ്റൊരാൾ എന്നെ കാണുമ്പോഴത്തേന് ഞാൻ അങ്ങനെ തന്നെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം കഴുത്തലില്ലാത്തവരെ കാതിലില്ലാത്തവരെ കാണുമ്പോഴത്തേന് ആൾക്കാർ അങ്ങനെ അങ്ങ് വിചാരിക്കും, അതായത് ഇവര് പെന്തക്കോസ്തുകാരാണ്. അതിൽ തന്നെ ഒരു സാക്ഷ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മുടെ ജീവിതം എന്താണ്? യേശു ക്രിസ്തുവിനെ മുൻനിർത്തി യേശു നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടുള്ള ജീവിതമാണോ, വിശുദ്ധമായിട്ടുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? അതിനാണ് കൂടുതൽ പ്രാധാന്യം. യൗവനക്കാരോട് ഞാൻ പറയാം, യൗവനക്കാര് പഴയ നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. ഞാനൊരു കാര്യം പറയാം, അവരെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവരിത് അവരുടെ ഇല്ലായ്മയിൽ നിന്ന് മാത്രമല്ല, വൃക്ഷത്തിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയണമെന്നാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, അന്ന് ഇവര് ഇത് ത്യജിച്ച് കളഞ്ഞത്, ഇത് വേണ്ടെന്ന് വെച്ചത് ദൈവം അംഗീകരിച്ചെന്ന് വേണേൽ പറയാം. കാരണം ദൈവത്തിന് വേണ്ടിയല്ലേ ത്യജിച്ചത്, ഡോക്ടറിനല്ലെങ്കിലും ദൈവം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവന്റെ തലമുറ എല്ലാം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു. അന്നത്തെ ഈ സത്യത്തിന് വേണ്ടി നിന്ന ദേവദാസന്മാരുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഡൈവോഴ്സ് നടന്നിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടോ? അവരെല്ലാം ദൈവത്തോട് അടുത്തിരുന്നാട്ടാ കാണുന്നത്. എന്നാൽ ഇപ്പൊ ഇതൊക്കെ വേണമെന്ന് പറയുന്നിടത്ത് ഫലം നോക്കിക്കേ, എത്രയോ ഡൈവോഴ്സ്, എത്രയോ പ്രശ്നങ്ങൾ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറിപ്പോയിരിക്കുക. ഞാൻ ദൈവജനത്തിൽ തന്നെ ഇതിനൊരു ഒരു പോയിന്റ് ഞാൻ യൗവനക്കാർ കൊടുക്കാറുണ്ട്, പക്ഷെ ഇപ്പം അതിന് സമയമില്ല. അതുകൊണ്ട് അന്ന് അവരുടെ ദർശനത്തിനനുസരിച്ച് അവർ വേണ്ടെന്ന് വെച്ച് ഇന്ന് നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആഭരണം ഇടാവുന്ന സഭയ്ക്കകത്ത് ആഭരണം ഊരി ദൈവത്തെ ആരാധിക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പലപ്പോഴും പറയും. ഇടാൻ അവസരമുള്ളപ്പോഴല്ല, അല്ലെ ഇടരുതെന്ന് പറയുമ്പോഴല്ല. ആഭരണം ഇടാം, ഇഷ്ടംപോലെ ഇടാം, പക്ഷെ അവിടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ആഭരണം മാത്രമല്ല, ഞാൻ വില കുറഞ്ഞ വസ്ത്രങ്ങൾ ഒക്കെ ഇടാനായിട്ട് തീരുമാനിക്കുന്നെങ്കിൽ അതാണ് വാല്യൂ. അതുകൊണ്ട് പിതാക്കന്മാർക്ക് കിട്ടിയ ദർശനം. ഞാൻ ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം
ഞങ്ങളുടെ മക്കളോട് പറയാനിടയായി. കാരണം എല്ലാം വേദപുസ്തകത്തിനകത്തില്ല. പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലത്തിലേക്ക് വരുമ്പോൾ പൗലോസോട് പറയുന്നു, ഞാൻ സുവിശേഷം കേട്ടിട്ടില്ല. കാര്യം യേശു ഉള്ളപ്പോൾ പൗലോസ് ഇല്ല. എന്നാൽ പൗലോസ് പറയുന്നു, എനിക്ക് ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് തരാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ മാംസരത്നങ്ങളോട് ചോദിക്കാതെ ഞാൻ നേരെ അറബിയിലേക്ക് പോയി ഞാൻ വെളിപ്പാട് പ്രാപിച്ചു. അപ്പോൾ വെളിപ്പാടിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ദൂത് തരുന്നത്. എല്ലാം ഗമാലിയലിന്റെ കീഴെ പഠിച്ചതനുസരിച്ചില്ല. അപ്പോൾ പഴയ നിയമത്തിലെ നമ്മുടെ പഴയ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്തൊരു വെളിപ്പാടാണെങ്കിൽ തീർച്ചയായും നമ്മളതിനെ ഒരിക്കലും കുറ്റമെന്ന് പറയാനൊക്കത്തില്ല. നമ്മളത് അതുകൊണ്ട് പറയരുത്. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന് വേണ്ടി എന്തും ത്യജിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. എന്തിന്? മാംസം പോലും തിന്നാതിരുന്നാൽ, അതായത് ദൈവത്തിന് വേണ്ടി ചെയ്തായിരുന്നാൽ നമ്മൾ മറ്റവനെ ദുഃഖിപ്പിക്കേണ്ട കാര്യമില്ല. എന്ത് വെറുത്താൽ, എന്ത് നമ്മൾ വേണ്ടെന്ന് വെച്ചാലും അത് ദൈവത്തിന് മഹത്വമാവുന്ന വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തിന്നുന്നവൻ തിന്നാത്തവനെയും തിന്നാത്തവൻ തിന്നുന്നതിനെ തുച്ഛീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ, ആഭരണം ഇടുന്നവൻ ആഭരണം ഇടാത്തവർ ആഭരണം ഇടുന്നവരെയും തുച്ഛീകരിക്കേണ്ട, ആഭരണം ഇട്ടവർ ആഭരണം തേച്ചവരെ തുച്ഛീകരിക്കേണ്ട. നിനക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് നീ ദൈവത്തോട് നിൽക്ക്. കർത്താവ് വരാൻ സമയമായി. ഗോഡ് ബ്ലെസ് യു.